വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 3 ചേരുവ മാത്രമാണ് ഈ ഒരു കേക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇഡ്ഡലി പാത്രമില്ലേ, ആവിച്ചെമ്പ്, അതിൻ്റെ അകത്ത് നമ്മൾ വേവിച്ചെടുക്കുന്ന കേക്കാണ്. ഇതിന് ഓവൺ ഒന്നും വേണ്ട, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കേക്കാണിത്. വനില കേക്കാണ്, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ നോക്കുക. നല്ല സ്പഞ്ചി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാൻ 3 വലിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാവണം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 3 കോഴിമുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാം. ഈ ബീറ്റർ ഉപയോഗിച്ച് അടിക്കുന്ന സമയത്ത് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ കളർ മാറിയിട്ട് ഒരു പേൽ യെല്ലോ കളർ ആവില്ലേ, ഒരു ക്രീം കളർ ആവില്ലേ, ആ ഒരു സമയം വരെ നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഈ ഒരു കേക്കിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ മുട്ട നന്നായിട്ട് പതപ്പിച്ചിട്ട് എടുക്കണം. ഇനി ഞാനിതിലേക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് വനില എസൻസ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാത്തവർക്ക് പകരം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ടയുടെ മണമൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇതില്ലാതെ ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. അപ്പോൾ ഇത്രയും ചേരുവ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഈ മൈദ 2 ഭാഗമാക്കിയിട്ട് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു എയറിനെസ് ഒന്നും പോവാത്ത രീതിയിൽ ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എയറിനെസ് ഒക്കെ പോവും. അപ്പോൾ ഞാൻ ആദ്യം ഹാഫ് മൈദ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഹാഫും കൂടെ ചേർത്തിട്ട് അതേ രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 16 സെൻറ്റിമീറ്റർ വായ്വട്ടമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ കൂട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ കേക്ക് റെസിപ്പി ഓവൻ്റെ അകത്ത് വെച്ചിട്ടും ബേക്ക് ചെയ്തിട്ടെടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇത് ആവിയിൽ വെച്ചിട്ട് വേവിക്കാനായിട്ടാണ് പോകുന്നത്. കേക്ക് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് ടിന്ന് ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു അലൂമിനിയം ടിൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചുള്ള ഒരു കേക്ക് ടിന്നൊന്നല്ല. ഇഡ്ഡലി ചെമ്പിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ പാത്രം ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കുക. അലൂമിനിയം ഫോയിൽ കൊണ്ട് എന്തായാലും കവർ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആവി ആയിട്ട് വരുന്ന വെള്ളം കേക്കിൻ്റെ അകത്തേക്ക് വീണിട്ട് കേക്ക് ബേക്ക് ചെയ്യാതായിപ്പോവും. അപ്പോൾ തീർച്ചയായിട്ടും അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പത്ത് നിന്ന് എടുത്തിട്ട് ചൂട് തടയാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ കേക്ക് വശങ്ങളിൽ നിന്ന് ഇതുപോലെ വിട്ട് വരും. കുറച്ചൊന്ന് കേക്ക് ചുരുങ്ങും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിടുക. അടിയിൽ നമ്മൾ വിരിച്ചിട്ടുള്ള ബട്ടർ പേപ്പർ നമുക്ക് എടുത്ത് കളയാം. ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കേക്കാണ്. വളരെ സിമ്പിളാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം തന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടുള്ളൂ. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഉള്ളതെന്ന്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.